വയനാട്ടിലെ ആകെ വനഭൂമിയുടെ 40% തേക്ക്, യൂക്കാലി തുടങ്ങിയ ഏകവിള തോട്ടങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങൾ വരണ്ടുണങ്ങി മൃഗങ്ങൾക്കാവശ്യമായ തീറ്റയോ വെള്ളമോ ഒന്നും തന്നെയില്ല. ബാക്കി 60% സ്വാഭാവിക വനത്തിൽ പല ഭാഗത്തും ആവശ്യത്തിന് തീറ്റയും വെള്ളവും ഉണ്ട്. പക്ഷേ അവിടെയും ഈ സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങൾ മൃഗങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി വനം വകുപ്പ് തന്നെ കടൽ കടത്തിക്കൊണ്ടുവന്നതാണ് ഈ ഭീകരനെ, സെന്ന അഥവാ മഞ്ഞക്കൊന്ന. ഓരോ വർഷവും ഏക്കർ കണക്കിന് വനത്തിലേക്ക് ഈ അധിനിവേശ സസ്യം പടർന്നു കയറുകയാണ്. സെന്നയുള്ള സ്ഥലങ്ങളിൽ മറ്റൊരു ചെടിയും വളരില്ല. ഈ ചെടിയുടെ ഒരു ഭാഗവും വന്യജീവികൾ ഭക്ഷിക്കുകയുമില്ല. സെന്ന കാടുകളിൽ മൃഗങ്ങളുടെ സുഗമമായ സഞ്ചാരം പോലും അസാധ്യം. വയനാടിൻ്റെ വനങ്ങൾ മുഴുവൻ, ഉൾവനങ്ങൾ മുഴുവൻ വനമെന്ന് പറഞ്ഞ സാധനം അവശേഷിക്കുന്നില്ല. വനം വകുപ്പ് കാലാകാലങ്ങളിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെയും മറ്റും പേര് പറഞ്ഞിട്ട് വയനാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള, ഫോറസ്റ്റിനുള്ളിൽ നടപ്പിലാക്കിയിട്ടുള്ള വനവൽക്കരണ പദ്ധതികൾ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റേഷൻസാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് വനം വകുപ്പ് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നട്ടുവളർത്തിയ ഏകവിളത്തോട്ടങ്ങൾ. ഒരു പുൽനാമ്പ് പോലും വളരാത്ത, ഒരു തുള്ളി വെള്ളമില്ലാത്ത വരണ്ടുണങ്ങിയ തേക്കിൻ കാടുകൾ. മൃഗങ്ങൾ നാട്ടിലിറങ്ങുകയല്ലാതെ എന്തു ചെയ്യും? വളരെ രൂക്ഷമായ വന്യമൃഗശല്യമുള്ള വയനാട്ടിൽ മന്ത്രി കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. കാരണം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. അത് ചില ഭാഗങ്ങളിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇഷ്ടം പോലെ ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വനസംരക്ഷണത്തിന് വേണ്ടിയിട്ടും വന്യമൃഗ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ട്രഞ്ച് കയറണം, അങ്ങനെയുള്ള ഒരുപാട് ഫണ്ടുകൾ ഗവൺമെൻറ് കൈവശമുണ്ട്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നു മാത്രമല്ല, അത് വിനിയോഗിക്കാൻ നിർദ്ദേശങ്ങൾ നൽകേണ്ട മന്ത്രി പോലും കുറ്റകരമായ അനാസ്ഥയാണ് വയനാടിനോട് പ്രത്യേകിച്ച് കാണിക്കുന്നത്. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ അതിരൂക്ഷമാവാൻ കാരണം. വനഭൂമിയിലെ ഏകവിളത്തോട്ടങ്ങൾ ഘട്ടം ഘട്ടമായെങ്കിലും സ്വാഭാവിക വനമാക്കി മാറ്റണമെന്ന് തീരുമാനിക്കാൻ എന്താണ് തടസ്സം? മാതൃഭൂമി ന്യൂസ്, വയനാട്.